ഹലോ, നമസ്കാരം. എല്ലാവർക്കും വീക്ക്ലി മ്യൂസിങ്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന അതിഭീകരമായൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ടോപ്പിക് എടുത്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയതാണ്. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിയാണ് എന്നോട് ഒരു സജഷൻ പറഞ്ഞത്. ഈ ടോപ്പിക്ക് ഇപ്പോൾ എടുക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ആളെനിക്ക് വേറൊരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അതെന്താണെന്നല്ലേ, ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാനൊരു പ്രവാസിയാണ്. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് 4 വർഷമായി. ഈ ഒരു കാലത്തിനുള്ളിൽ ഒരുപാട് പേര് എന്നോട് മൈഗ്രേഷനെക്കുറിച്ച് കൂടുതൽ അറിയാനായി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 പേര് ഈ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്, എന്ത് വിസയിലാണ് ഇവിടെ വരാൻ സാധിക്കുക, ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിന് എന്ത് ചിലവ് വരും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ വിളിച്ചവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കൺസൾട്ടൻസി നടത്തുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും പൊതുവായുള്ള കുറേ കാര്യങ്ങളും എൻ്റെ അനുഭവവും കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത് പറയാം എന്ന് തീരുമാനിച്ചത്. ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പല എപ്പിസോഡുകളായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. ഇന്ത്യയുടെ ഇരട്ടിയിലേറെ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. എന്നാൽ ജനസംഖ്യയുടെ കാര്യം നോക്കിയാൽ കേരളത്തെക്കാൾ പിന്നിലാണ്. 2015 കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യ 35 മില്യൺ ആളുകളാണ്. എന്ന് വെച്ചാൽ ഏകദേശം 350 ലക്ഷം ആളുകൾ. എന്നാൽ 2021 കണക്കനുസരിച്ച് ഓസ്ട്രേലിയയുടെ ജനസംഖ്യ 26 മില്യൺ മാത്രമാണ്. ഏറെക്കുറെ 260 ലക്ഷം ആളുകൾ. ഇതുകൊണ്ട് തന്നെ കഴിവുള്ള മാനവ വിഭവശേഷി ഓസ്ട്രേലിയയിൽ നല്ല ഡിമാൻഡുള്ളൊരു കാര്യമാണ്. ആവശ്യത്തിലേറെ ഇതുള്ള പല രാജ്യങ്ങളിൽ നിന്നും അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇതിൽ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, ശ്രീലങ്ക, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ മുൻപന്തിയിലാണ്. പൗരന്മാർക്കും ഇവിടെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുക, മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, നല്ല തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുക്കുക തുടങ്ങിയവ ചെയ്യാൻ വളരെ നല്ല രീതിയിലുള്ള ശ്രമം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. പലപ്പോഴും പ്രൈവറ്റ് സ്കൂളുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പബ്ലിക് സ്കൂളുകൾ, അവിടെ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ മുതലായവ ഇവയിൽ ചിലത് മാത്രമാണ്. അങ്ങനെയാണ് കഴിവുള്ള ആളുകളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാനും ഇവിടെ ഉള്ളവരെ ഇവിടെ പിടിച്ചു നിർത്താനും അവർക്ക് കഴിയുന്നത്. ലോകത്തെ മികച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്നായ ഓസ്ട്രേലിയ വിദ്യാർത്ഥികളായി വരുന്നവരെ പലപ്പോഴും ഇവിടെ സ്ഥിരതാമസക്കാരായി തുടരാൻ അനുവദിക്കാറുണ്ട്. എൻ്റെ അനിയനൊക്കെ ഇതുപോലെ ഇവിടെ പഠിക്കാനായി വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയ ആളാണ്. അങ്ങനെയാണ് ഞാനും പിൽക്കാലത്ത് ഇവിടെ വരാൻ തീരുമാനിച്ചത്. ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ ഇവിടെ സ്ഥിരതാമസക്കാരെ തുടരാൻ അനുവദിക്കുന്നത് PR എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പെർമനൻ്റ് റെസിഡൻറ്റ് എന്ന സ്റ്റാറ്റസ് നൽകിയാണ്. എന്താണ് PR? അല്ലെങ്കിൽ ഇവിടുത്തെ പൗരന്മാരിൽ നിന്ന് എങ്ങനെയാണ് ഒരു പെർമനൻ്റ് റെസിഡൻറ്റ് വ്യത്യസ്തനാവുന്നത്? പൗരന്മാർക്കുള്ള മിക്ക ആനുകൂല്യങ്ങളും പെർമനൻ്റ് റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഉള്ളവർക്കും ഉണ്ട്. വീട് വാങ്ങാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, സൗജന്യ സ്കൂൾ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സ മുതലായവയെല്ലാം. എന്നാൽ ചില നിയന്ത്രണങ്ങളുമുണ്ട്. PR ഉള്ളവർക്ക് ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കാനോ വോട്ട് ചെയ്യാനോ സാധിക്കില്ല. അത് പൗരന്മാർക്ക് മാത്രമേ സാധിക്കൂ. അതുപോലെ PR ഉള്ളവർക്ക് ഇവിടെ ഗവൺമെൻറ് ജോലികൾക്ക് അപേക്ഷിക്കാനാവില്ല. സ്പോർട്സ് ഇവൻറ്റുകളിലോ മറ്റു മേഖലകളിലോ ഓസ്ട്രേലിയയെ പ്രതിനിധീകരിച്ച് PR ഉള്ളവർക്ക് മത്സരിക്കാനോ പങ്കെടുക്കുവാനോ കഴിയില്ല. അതേപോലെ ഇവിടെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ശിക്ഷ കഴിയുമ്പോൾ PR ഹോൾഡറാണെങ്കിൽ അവർ മാതൃരാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്യപ്പെടും. PR എടുത്ത ശേഷം വളരെയേറെ കാലം നിങ്ങൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ PR നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വീണ്ടും നിങ്ങൾ തിരിച്ചു വരണം എന്നാഗ്രഹിച്ചാൽ ഒന്നുകൂടി PR എടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകേണ്ടതായി വരും. ഏത് സമയത്താണോ നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്തുള്ള നിയമങ്ങളും നിബന്ധനകളും ആയിരിക്കും നിങ്ങൾക്ക് ബാധകമാവുക.
അങ്ങനെയുള്ള ചുരുക്കം വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ഒരു പൗരന് ലഭിക്കുന്ന മിക്ക ആനുകൂല്യങ്ങളും ഒരു PR ഉള്ള ആൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് PR എടുക്കാൻ സാധിക്കുക എന്ന് നോക്കാം. ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ ഓസ്ട്രേലിയയുടെ PR എടുക്കാൻ കഴിയും. അതിൽ ആദ്യത്തേത് ഫാമിലി സ്ട്രീം പെർമനൻ്റ് വിസ. ഇതൊരു ഓസ്ട്രേലിയൻ പൗരൻ്റെയോ നിലവിൽ PR ഉള്ളവരുടെയോ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ, മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് കഴിയുന്ന ബന്ധുക്കൾ മുതലായവർക്കുള്ളതാണ്. രണ്ടാമത്തേത് ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രീം വിസയാണ്. നിങ്ങളൊരു വ്യവസായിയാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ മുതൽ മുടക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വഴി നോക്കാവുന്നതാണ്. മൂന്നാമത്തേത് നിങ്ങൾ അസാധാരണവും മികച്ചതുമായ നേട്ടങ്ങളുള്ള അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട റെക്കോർഡുകളുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോബൽ ടാലൻറ്റ് വിസ ഓപ്ഷൻ വഴി PRന് അപേക്ഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതികളൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം സാധാരണക്കാരായ ആളുകൾക്കും ഉപയോഗമുള്ളതല്ല. വെറുതെ നിന്ന് കഥാപ്രസംഗം പറയാതെ തേങ്ങ ഉടക്കി സ്വാമി എന്നായിരിക്കും നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുന്നതല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മുടേതായ വഴി. വർക്ക് അഥവാ സ്കിൽഡ് സ്ട്രീം പെർമനൻ്റ് റെസിഡൻറ്റ്. അതായത് തൊഴിൽപരമായ ആവശ്യങ്ങൾക്കായി വരുന്നവർക്ക് PR എടുക്കാൻ കഴിയുന്നത് ഈ സ്ട്രീമിലാണ്. ഈ സ്ട്രീമിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് പലതരം വിസയിൽ PRന് അപേക്ഷിക്കാം. അതിനെ നമുക്ക് രണ്ടായി തരം തിരിക്കാം. ഒന്ന് സ്പോൺസേഡ് വിസ, മറ്റൊന്ന് നോൺ സ്പോൺസേഡ് വിസ. എന്താണ് ഈ സ്പോൺസേഡ് വിസ? ചില സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യേക വൈദഗ്ധ്യം വേണ്ട ചില ജോലികൾ ചെയ്യാൻ ആളുകളെ കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് സ്പോൺസേഡ് വിസയിൽ ആളുകളെ എടുക്കുന്നത്. സംസ്ഥാനങ്ങളുടെയോ തൊഴിലുടമകളുടെയോ സ്പോൺസർഷിപ്പിലാണ് ഈ വിസ ലഭിക്കുക. ഈ വിസ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. ഈ കാറ്റഗറിയിൽ ഏറ്റവും അധികം ആളുകൾ ഇവിടേക്ക് വരുന്നത് സബ് ക്ലാസ് 190 എന്ന സ്കിൽഡ് നോമിനേറ്റഡ് വിസയിലാണ്. ഇനി എന്താണ് നോൺ സ്പോൺസേഡ് വിസ? സംസ്ഥാനങ്ങളുടെയോ തൊഴിലുടമകളുടെയോ സ്പോൺസർഷിപ്പ് ഇല്ലാതെ നമ്മുടെ തൊഴിൽപരമായ കഴിവ് മാത്രം മാനദണ്ഡമാക്കി ഉള്ള വിസയാണ് നോൺ സ്പോൺസേഡ് വിസ. ഈ കാറ്റഗറിയിൽ ഏറ്റവും അധികം ആളുകൾ ഇവിടെ വരുന്നത് സബ് ക്ലാസ് 189 എന്ന സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസയിലാണ്. ഞാൻ ഇവിടെ വന്നത് ഈ 189 എന്ന സബ് ക്ലാസ്സിലാണ്. സബ് ക്ലാസ് 189ഉം 190യും വളരെയേറെ സാമ്യമുള്ളതാണ്. അപേക്ഷിക്കാനുള്ള പ്രക്രിയയും ഏറെക്കുറെ ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഈ വിസകളെക്കുറിച്ചായിരിക്കും ഞാൻ നിങ്ങളോട് തുടർന്ന് സംസാരിക്കുന്നത്. ഈ രണ്ട് വിസയിൽ ഏതിലെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് അവരുടെ തൊഴിൽ ഓസ്ട്രേലിയ നിലവിൽ വിസ നൽകുന്ന ഒന്നാണോ എന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. നിങ്ങളുടെ ജോലി എന്തുമാവട്ടെ, ആ ജോലിക്ക് ഓസ്ട്രേലിയ വിസ നൽകുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ഇതിനായി ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റിൻ്റെയും തുടർന്ന് ഞാൻ പറയുന്ന വെബ്സൈറ്റുകളുടെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി വളരെ സാമ്യമുള്ള മറ്റ് പേരിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഉദാഹരണത്തിന്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ചിലപ്പോൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ എന്നോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നോ ആയിരിക്കാം ഈ ജോലി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ കൃത്യമായ ലിസ്റ്റിംഗ് കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ കടമ്പ. ഈ ലിസ്റ്റിങ്ങിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സബ് ക്ലാസ് 189ഓ 190ഓ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ രണ്ട് വിസയും ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ ഊന്നിയുള്ളതാണ്. നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം തുടങ്ങിയ വിവിധ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്. നിലവിൽ PRന് അപേക്ഷിക്കാൻ വേണ്ട മിനിമം യോഗ്യത 65 പോയിൻ്റാണ്. എങ്കിലും 65 പോയിൻ്റ് ഉള്ളവർക്ക് വിസ ലഭിക്കണമെന്നില്ല. നിങ്ങൾക്ക് പോയിൻ്റ് എത്ര കൂടുന്നുവോ വിസ ലഭിക്കുവാനുള്ള സാധ്യതയും അത്രയും കൂടുന്നു. ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ പോയിൻ്റ് നില പരിശോധിക്കാവുന്നതേയുള്ളൂ. നിങ്ങളുടെ ജോലി ഓസ്ട്രേലിയ നിലവിൽ വിസ നൽകുന്ന ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ വിസയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്.
ഒരുപാട് തയ്യാറെടുപ്പുകളിലൂടെയും പേപ്പർ വർക്കുകളിലൂടെയും നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. നിലവിലെ കോവിഡ് സാഹചര്യം മുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനെ സ്വാധീനിക്കാം. തുടർന്ന് PR പ്രോസസ്സ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, ഇതിനു വേണ്ടി വരുന്ന ചിലവ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും weekly.musings@hotmail.com എന്ന ഇമെയിൽ ഐഡിയിലോ weekly.musings എന്ന ഫേസ്ബുക്ക് പേജിലോ weekly_musings എന്ന ഐഡിയിൽ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും എന്നെ അറിയിക്കാവുന്നതാണ്. കുറച്ച് ആളുകൾക്കെങ്കിലും ഈ വിവരങ്ങൾ സഹായകമാവും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. അടുത്ത എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീക്ക്ലി മ്യൂസിങ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. നന്ദി.